പ്രതിഷേധത്തിന് ഒടുവിൽ ചാവറയച്ചൻ കേരള പാഠാവലിയിലെ നവോത്ഥാന ചരിത്രത്തിൽ. ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ സ്കൂൾ പാഠപുസ്തകത്തിൽ കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളുടെ നിരയിൽ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചനെയും ഉൾപ്പെടുത്തി. 7ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ 10 വർഷത്തിന് ശേഷമാണ് ചാവറയച്ചനെ ഉൾപ്പെടുത്തിയത്. 2022 കേരള പാഠാവലിയിലെ നവോത്ഥാന ചരിത്രത്തിൽ ചാവറയച്ചനെ ഉൾപ്പെടുത്താതിരുന്നത് വിവാദം സൃഷ്ടിച്ചിരുന്നു. സാമൂഹിക ശാസ്ത്രം പുസ്തകത്തിലെ 4ാം അധ്യായത്തിലാണ് ചാവറയച്ചന്റെ സംഭാവനകൾ ഉൾപ്പെടുത്തിയത്. സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയവരുടെ കൂട്ടത്തിലാണ് ചാവറയച്ചനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ എന്നീ ക്രമത്തിലാണ് സാമൂഹിക പരിഷ്കർത്താക്കളുടെ നിരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനും മുന്നേ കേരള സമൂഹത്തിൽ സാമൂഹിക പരിഷ്കരണത്തിൽ നിർണായക പങ്ക് വഹിച്ച ചാവറയച്ചനെ ഈ പട്ടികയിൽ ചേർക്കാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. സമുദായ പരിഷ്കർത്താവ്, വിദ്യാഭ്യാസ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ, ഐത്തോച്ചാടനം നടത്തിയ വ്യക്തി എന്നീ വിവിധ നിലകളിലും ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ചാവറയച്ചൻ. 1871 ജനുവരി 3 കൂനമ്മാവിൽ വെച്ച് അന്തരിച്ചു. 1986 ഫെബ്രുവരി 8 2ാം ജോൺ പോൾ മാർപ്പാപ്പ അദ്ദേഹത്തെ കോട്ടയത്ത് വെച്ച് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ചാവറയച്ചനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്.